ഹായ് സുഹൃത്തുക്കളെ, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ദാൽ ഫ്രൈ ആണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിലേക്കായിട്ട് നമുക്ക് തുവരപ്പരിപ്പ്, അതായത് നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഒരു 1/4 ഭാഗം തുവരപ്പരിപ്പാണെങ്കിൽ 1/4 ഭാഗം ചെറുപയറിൻ്റെ പരിപ്പ് വേണം എടുക്കാനായിട്ട്. അത് കഴുകി നമ്മൾ കുക്കറിലോട്ട് ഇടുക. കുക്കറിലിട്ടതിന് ശേഷം ലേശം സബോള അരിഞ്ഞത്, നല്ലതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സബോള, ഒരു അരമുറി സബോള മതിയാവും. അതിനകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഫിസിലിന് കുക്കറിൽ ഈ പരിപ്പ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് കടുക് വറക്കണം. കടുക് വറക്കുക എന്ന് പറയുന്നത് നമ്മൾ കടുക് ഇടുന്നില്ല, വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ കോൺ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. ചീനച്ചട്ടി ചൂടായി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 2 നുള്ളി ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലതായിട്ട് കിട്ടണം. അതായത് വെളുത്തുള്ളി വേണം, കുറച്ച് സബോള. നമുക്ക് ഈ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഈ പരിപ്പ് കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് ഉണ്ടാകുമെന്ന് പറയും. ഇപ്പോൾ ഇത് രണ്ടും ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഗ്യാസിന് ഉള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. അതിനകത്തോട്ട് സബോളയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലപോലെ വഴറ്റണം. ഇപ്പം നമ്മൾ ഇഞ്ചി ഇട്ടിട്ടില്ല, ഇപ്പോൾ അതേ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് വഴറ്റുക. അതിന് ശേഷം ഇത് നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും ചേർക്കണം. കറിവേപ്പില ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് മല്ലിയിലയാണ്. മല്ലിയില നല്ലപോലെ ചേർക്കണം. അപ്പോൾ കറിവേപ്പില ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല, എന്നാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം അതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഒരു തക്കാളി മതി, വലിയൊരു തക്കാളിയാണ് തക്കാളി. ഇപ്പം നമുക്ക് ഈ മഴയുടെയൊക്കെ ഇതാകുമ്പോൾ നല്ല പഴുത്ത തക്കാളി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു തക്കാളി നമ്മളിടുക. ആ തക്കാളിയും കൂടെ നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഒഴിക്കാം. പരിപ്പ് കുറച്ച് തിക്കായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ തിളപ്പിച്ച് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. ഇത് ദാൽ ഫ്രൈ എന്ന പേരാണെങ്കിലും സംഭവം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഫ്രൈ എന്നുള്ള ആ ഒരു പേര് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യക്കാർ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ഒരു പേരാണെന്ന് തോന്നുന്നുണ്ട്, ഈ ദാൽ ഫ്രൈ. അപ്പോൾ അത് ഫ്രൈ അല്ല, അത് സംഭവം കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ദാൽ ഫ്രൈ എന്നുള്ള. ഇതിന് ശേഷം നമ്മൾ നല്ല ഒന്ന് ലൂസാക്കി എല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മല്ലിയില, നല്ല രീതിയിൽ തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ലേശം നാരങ്ങാനീര് ഒഴിച്ച് അതേപോലെ തന്നെ കുറച്ച് സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേളിൽ കൂടി ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അതേപോലെ തന്നെ എന്ത് വേണമെങ്കിലും ചപ്പാത്തി അതേപോലെയുള്ള ഐറ്റം പൊറോട്ടയുടെ കൂടെ കഴിക്കാം, നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ ദാൽ ഫ്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.